السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഫെബ്രുവരി 14 വാലന്റൈൻ ദിനം എന്നാണ് അറിയപ്പെടുന്നത്. പരസ്പരം സ്നേഹിക്കുന്നവരുടെ ഒരു ദിനം എന്നാണത്രേ. യുവത്വം അത് ആഘോഷിക്കാൻ വേണ്ടി വെമ്പൽ പൂണ്ടുകൊണ്ട് നിൽക്കുകയാണ്. ഫെബ്രുവരി 14 അടിച്ചു പൊളിക്കണം എന്നാണ് പലരുടെയും ആഗ്രഹവും ആവേശവും. അതിനുവേണ്ടി കുറേ ദിവസമായി ഓരോരുത്തരും തയ്യാറായിക്കൊണ്ടേയിരിക്കുകയാണ്. അതിനൊരു പശ്ചാത്തലമുണ്ട്. 3-ാം നൂറ്റാണ്ടിൽ റോം ഭരിച്ചിരുന്ന ക്ലോഡിയസ് ചക്രവർത്തി തൻ്റെ സേന വലുതാക്കാൻ വേണ്ടി തീരുമാനിച്ചു, തൻ്റെ പട്ടാളക്കാരെ വലുതാക്കാൻ വേണ്ടി തീരുമാനിച്ചു. അങ്ങനെ അദ്ദേഹം രാജ്യത്ത് അറിയിപ്പ് കൊടുത്തപ്പോൾ യുവാക്കളായ ആളുകളാരും എന്ത് ചെയ്യുന്നില്ല, പട്ടാളത്തിലേക്ക് വരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായും രാജാവിന് പട്ടാളക്കാർ ആവശ്യമാണല്ലോ. രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും മറ്റിതര രാജ്യങ്ങളുടെ കടന്നുകയറ്റത്തെ തടയുവാനും രാജ്യത്തെയും രാജ്യത്തിൻ്റെ ആളുകളെയെല്ലാം സുരക്ഷിതമായി നിലനിർത്തുന്നതിനുമെല്ലാം പട്ടാളക്കാർ ആവശ്യമാണ്. അപ്പോൾ അദ്ദേഹം പട്ടാളത്തിലേക്ക് ചേരാൻ വേണ്ടി ആളുകളെ വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചു. പക്ഷെ യുവാക്കളായ ആളുകൾ ആരും വരുന്നില്ല. അങ്ങനെ അദ്ദേഹം കാര്യം അന്വേഷിക്കുമ്പോൾ അദ്ദേഹത്തിന് മനസ്സിലായി, പലരും കുടുംബമായി ജീവിക്കുകയാണ്. വിവാഹം കഴിഞ്ഞ് കുടുംബമായി ജീവിക്കുന്ന പലർക്കും തങ്ങളുടെ കുടുംബത്തിനോടാണ് വലിയ താല്പര്യമുള്ളത്. രാജ്യകാര്യങ്ങൾക്കോ രാജ്യത്തിൻ്റെ ഇത്തരം സംഗതികൾക്കോ പ്രത്യേകമായൊരു താല്പര്യവുമില്ല. അവരുടെ മക്കൾ, കുടുംബം എന്നുള്ള ഒരു രൂപത്തിലേക്ക് ആളുകൾ മാറിക്കൊണ്ടേയിരിക്കുന്നു എന്നെല്ലാം അദ്ദേഹത്തിന് മനസ്സിലായി. അങ്ങനെ അയാൾ വിവാഹവും വിവാഹ നിശ്ചയവുമെല്ലാം നിഷിദ്ധമാക്കി. ഇനി രാജ്യത്ത് വിവാഹവും വിവാഹ നിശ്ചയമൊന്നും പാടില്ല എന്ന് ആ രാജാവ് പ്രഖ്യാപിക്കുകയാണ്. രാജാവിൻ്റെ കൽപ്പന എല്ലാവർക്കും വളരെ ഭയം നിറഞ്ഞതായിരുന്നു. കാരണം വിവാഹവും വിവാഹ നിശ്ചയവും അപ്രകാരം വിവാഹവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിഷിദ്ധമാക്കുക എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായും ഒരു സമൂഹത്തിൻ്റെ ആ ചട്ടക്കൂടുകൾ പൊളിച്ചെഴുതുകയാണ്. അങ്ങനെ അവരുടെ കൂട്ടത്തിൽ ഒരു ബിഷപ്പുണ്ടായിരുന്നു അത്രേ. അദ്ദേഹത്തിൻ്റെ പേര് വാലന്റൈൻ എന്നായിരുന്നു. ഈ ബിഷപ്പ് രഹസ്യമായി ആളുകളെ വിവാഹം കഴിപ്പിക്കുന്നതിലേക്കും മറ്റുമെല്ലാം പ്രേരിപ്പിച്ചു എന്നാണ്. അങ്ങനെ ആരെങ്കിലും പ്രേമിക്കുകയോ മറ്റൊക്കെ ചെയ്താൽ ഇദ്ദേഹം അതിന് ഒത്താശ ചെയ്യുകയും അവരുടെ പ്രേമസാഫല്യത്തിന് കളമൊരുക്കുകയും അവരുടെ വിവാഹം നടത്തിക്കൊടുക്കുകയും എല്ലാം അദ്ദേഹം ചെയ്യുമായിരുന്നു. ഇത് രാജാവ് അറിഞ്ഞു. ഇയാൾ വലിയ ബിഷപ്പാണ്. അങ്ങനെ ഇയാളെ പിടിച്ചുകൊണ്ടുവന്ന് ജയിലിൽ അടയ്ക്കുകയാണ്. അങ്ങനെ ജയിലിൽ അടച്ചപ്പോൾ ആ ജയിലിലെ വാർഡൻ്റെ മകളുമായി, ഒരു അന്ധയായ ഒരു മകളുമായി ഇയാൾ പ്രണയത്തിലാകുകയാണ്. അവൾ അന്ധയായിരുന്നു. ഇയാളുടെ ദൈവവിശ്വാസവും പ്രാർത്ഥനയും സ്നേഹവും കരുതലുമെല്ലാം കൊണ്ട് ആ പെണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയെന്നെല്ലാം പറയപ്പെടുന്നുണ്ട്. വ്യത്യസ്തമായ കഥകളാണ് ഇതിൻ്റെ പിന്നിലുള്ളത്. അങ്ങനെ ഇത് രാജാവ് അറിയുകയാണ്. ഇപ്രകാരം ആളുകളെ വിവാഹം കഴിപ്പിക്കാൻ വേണ്ടി പ്രേരിപ്പിക്കുന്ന ആളായിരുന്നു. അയാളെ ജയിലിലടച്ചപ്പോൾ ജയിൽ വാർഡൻ്റെ മകളുമായി പ്രണയത്തിലായി എന്ന്. അങ്ങനെ അയാളെ തൂക്കിലേറ്റാൻ വേണ്ടി രാജാവ് വിധിക്കുകയാണ്. അങ്ങനെ അയാളെ കൊണ്ടുവരുന്ന സമയത്ത് അയാളെ തൂക്കിലേറ്റാൻ വേണ്ടി പോകുന്ന സമയത്ത് അയാൾ ആ പെണ്ണിന്, അതായത് ആ വാർഡൻ്റെ, അദ്ദേഹം പ്രണയിച്ച ആ പെണ്ണിന് വേണ്ടി ഫ്രം യുവർ വാലന്റൈൻ എന്ന് എഴുതി കൊടുത്തു. പിന്നീട് അതിനെ തുടർന്നാണ്, അതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്രകാരം കമിതാക്കളുടെ ദിനമായി മറ്റുമെല്ലാം കരുതപ്പെടുന്നത് എന്ന് വായനകളിലൂടെ നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നുണ്ട്. ഏതായാലും ഇപ്പോൾ ആ ദിനം വളരെ പ്രചാരം നേടിയിരിക്കുകയാണ്. ഇത് ആഘോഷിക്കുന്ന ധാരാളം ആളുകളുണ്ട്. വ്യത്യസ്തമായ രൂപത്തിലും ഭാവത്തിലുമെല്ലാം ആഘോഷിക്കുന്നവരുണ്ട്. ചിലയിടങ്ങളിലെല്ലാം ഫെബ്രുവരി 14 ആകുമ്പോൾ ചിലരുടെ പേരുകൾ, വിവാഹപ്രായമെത്തിയവരുടെ പേരുകളെല്ലാം ഒരു ബോക്സിൽ എഴുതിയിടും. എന്നിട്ട് വിവാഹപ്രായമെത്തിയ പുരുഷന്മാർ അതിൽ നിന്നൊന്ന് തിരഞ്ഞെടുക്കും. എന്നിട്ട് ആരുടെ പേരാണോ, ഏത് പെണ്ണിൻ്റെ പേരാണോ തനിക്ക് കിട്ടിയത് അവരുമായി 1 വർഷം സഹവസിക്കും. ആവശ്യമെങ്കിൽ അവർ വിവാഹം കഴിക്കും, അല്ലെങ്കിൽ അവർ കമിതാക്കളായി കഴിഞ്ഞുകൂടും. അങ്ങനെയൊക്കെയുള്ള എല്ലാ ധാർമ്മികമായ മൂല്യങ്ങളെയും ഇല്ലായ്മ ചെയ്യുന്ന തരത്തിലുള്ള ആഘോഷങ്ങളും ആർഭാടങ്ങളുമെല്ലാം നടന്നുകൊണ്ടേയിരിക്കുന്നു. പല സ്ഥലങ്ങളിലും ഇന്നത് നിരോധിച്ചിട്ടുണ്ട് എന്നതാണ് വസ്തുത. മാത്രമല്ല
പലയിടങ്ങളിലും അന്ന് ഏറ്റവും കൂടുതൽ ആളുകൾ ലൈംഗിക കേളികളിൽ വ്യാപൃതരാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ആ ദിവസം തങ്ങളുടെ ആരാധനാലയങ്ങളിൽ പോയി അവർ പ്രാർത്ഥനകളുമായി കഴിഞ്ഞുകൂടണമെന്നുമെല്ലാം പറയുന്ന ആളുകളുമൊക്കെയുണ്ട്. സഹോദരങ്ങളെ, വളരെ ഗൗരവപരമാണ് ഇത്തരം വിഷയങ്ങളെല്ലാം. ധാർമ്മികമായ മൂല്യങ്ങളെല്ലാം പറിച്ചെറിയപ്പെടുന്ന ഒരുതരം ആചാരമാണ് ഇപ്രകാരമുള്ളത്. പരസ്പരം സ്നേഹിക്കണമെന്നും ഇഷ്ടപ്പെടണമെന്നുമെല്ലാം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറയുന്നുണ്ട്. മതവും ജാതിയും വർണ്ണവും വർഗവും ഭാഷയും ദേശവുമൊന്നും വ്യത്യാസമില്ലാതെ എല്ലാവരെയും സ്നേഹിക്കണമെന്നും ആദരിക്കണമെന്നും ബഹുമാനിക്കണമെന്നുമെല്ലാം പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം പറയുന്നുണ്ട്. എന്നാൽ ഇത്തരത്തിലുള്ള ആഭാസകരമായ ധാർമ്മികമായ മൂല്യങ്ങളെ പറിച്ചെറിയുന്ന തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെടുന്നതിൽ ഇസ്ലാം കാർക്കശ്യം പുലർത്തുന്നുണ്ട്. ഇപ്പോൾ ഇത് പറയുമ്പോൾ ചിലർ പറയും, എന്തിനാണ് പറയുന്നത് എന്ന്. ഇസ്ലാം വിശ്വസിക്കുന്ന, അത് കേൾക്കാൻ താല്പര്യമുള്ള, ഇസ്ലാമിൻ്റെ മൂല്യങ്ങളെ തങ്ങളുടെ നെഞ്ചോട് ചേർത്ത് നിർത്തണമെന്ന് ആഗ്രഹമുള്ളവരോടാണ് പറയുന്നത്. അതിനിത്തരം സംവിധാനങ്ങൾ ഉപയോഗപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അറിവില്ലാതെ പലരും അപ്രകാരം പല ചതിക്കുഴികളിലും പെട്ടുപോകുന്നുണ്ട്. ഇപ്രകാരം അവർ പൂവും ലെറ്ററും അതോടൊപ്പം തന്നെ പ്രപ്പോസലുമെല്ലാം ചെയ്ത് അവസാനം അവരുടെ സ്വപ്നത്തിൻ്റെ സാക്ഷാത്കാരം നടത്തപ്പെടുന്ന ഏറ്റവും മോശമായ അവസ്ഥകളിലേക്കെല്ലാം പോകുന്നുണ്ട്. ധാർമ്മികമായ ലൈംഗികമായ കുത്തഴിഞ്ഞ ലൈംഗികത, അധാർമികത പരക്കെ പരന്നൊഴുകുകയാണ്. എല്ലായിടത്തും എല്ലാ മൂല്യങ്ങളെയും പറിച്ചെറിയപ്പെടുന്ന മുഴുവൻ ആഭാസങ്ങളുടെയും കൂത്തരങ്ങളായി മാറുകയാണ്. പ്രത്യേകിച്ചുള്ള ഇത്തരം ദിനങ്ങൾ തങ്ങളുടെ എല്ലാ കാമകേളികൾക്കും അതല്ലെങ്കിൽ തങ്ങളുടെ എല്ലാ ആഗ്രഹങ്ങളുടെ പൂർത്തീകരണത്തിനും വേണ്ടി ഉപയോഗിക്കുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട്, ആരും തങ്ങളെ തടയിടുകയില്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് അപ്രകാരമെല്ലാം പോകുന്ന ചെറുപ്പക്കാരികളുമൊക്കെയുണ്ട്. സഹോദരങ്ങളെ, നാം അത് കൃത്യമായി മനസ്സിലാക്കണം. അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കൃത്യമായി അതിനെക്കുറിച്ച് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്രകാരമുള്ള യാതൊരു അനിസ്ലാമികമായ പ്രവർത്തനങ്ങളിലേക്കും ഒരാൾ ബന്ധപ്പെടാൻ പാടില്ല എന്നുള്ളതാണ്. നിങ്ങൾക്ക് സ്നേഹിക്കാം നിങ്ങളുടെ പിതാവിനെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെടാം നിങ്ങളുടെ മാതാവിനെ, നിങ്ങൾക്ക് സ്നേഹിക്കാം നിങ്ങളുടെ സഹോദരങ്ങളെ, നിങ്ങൾക്ക് പ്രേമിക്കാം നിങ്ങളുടെ ഇണകളെ. ഇതിനൊന്നും ഇസ്ലാം ഒരിക്കലും എതിരല്ല. എന്നാൽ അന്യ സ്ത്രീ പുരുഷന്മാർക്കിടയിൽ കൃത്യമായ ആ പെരുമാറ്റ ചട്ടങ്ങൾ പരിശുദ്ധമായി ഇസ്ലാം നിർണ്ണയിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ആ സീമകൾക്കപ്പുറത്തേക്ക് അതിൻ്റെ ധാർമ്മികമായ മൂല്യങ്ങളെ അതല്ലെങ്കിൽ ആ അതിർവരമ്പുകളെ പിച്ചു ചീന്തിക്കൊണ്ട് എനിക്കിഷ്ടമുള്ളതുപോലെ പ്രവർത്തിക്കുമെന്ന് പറഞ്ഞാൽ തീർച്ചയായും പരിശുദ്ധമായ ശരീഅത്ത് അതിനെ കൃത്യമായി നിരോധിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇനി എല്ലാവർക്കും അവരുടെ സ്വയം ഇഷ്ടപ്രകാരം ചെയ്യാൻ അവസരമുണ്ട്, അതിനെല്ലാവർക്കും സാധിക്കുകയും ചെയ്യും. പക്ഷേ തീർച്ചയായും നാഥനായ റബ്ബിൻ്റെ അടുക്കൽ ഇതിന് കൃത്യമായി മറുപടി പറയേണ്ടതായി വരുമെന്നുള്ളതാണ്. ആയതിനാൽ ലൈംഗികത എന്നാൽ അതൊരു പവിത്രതയാണ്, അതൊരു പവിത്രമായ ബന്ധമാണ്. ആരുടെയെങ്കിലും മുന്നിൽ പോയി തങ്ങളുടെ ഇത്തരത്തിലുള്ള ആ ഒരു ഏറ്റവും പവിത്രമായ ഒരു ബന്ധത്തെ ആരുടെ മുന്നിലെങ്കിലും കൊണ്ടുപോയി പണയം വെക്കപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാകാൻ പാടില്ല. അതുണ്ടായിക്കഴിഞ്ഞാൽ പിന്നീട് അവരുടെ വാലാട്ടികളായി അതല്ലെങ്കിൽ അവർ പറയുന്നത് പോലെ ഏതെങ്കിലും ചൂഷണങ്ങളിലോ മറ്റൊക്കെ അകപ്പെട്ടുപോയി നമ്മുടെ ജീവിതത്തെ നശിപ്പിച്ച് കളയേണ്ടുന്ന ദുഃഖകരമായ അവസ്ഥയുണ്ടാകും. ഓരോരുത്തരും നമ്മളുടെ അരികിലേക്ക് വരുമ്പോൾ സ്നേഹത്തോടെ താല്പര്യത്തോടെ തേനും പാലുമൊക്കെ നിറഞ്ഞു നിൽക്കുന്ന വർത്തമാനങ്ങളെല്ലാം പറഞ്ഞുകൊണ്ട് നമ്മളെ പല ചതിക്കുഴികളിലേക്കും അവർ ആനയിച്ചു കൊണ്ടുപോകും. പിന്നീട് അവരുടെ കാര്യങ്ങൾ കഴിഞ്ഞ് അവരുടെ വൈകാരികതകളുടെ പൂർത്തീകരണമെല്ലാം കഴിഞ്ഞ് അവർ ആഗ്രഹിച്ചതും ഇച്ഛിച്ചതുമെല്ലാം സഫലമായി കഴിയുമ്പോൾ നമ്മളെ വഴിവക്കിലേക്ക് വലിച്ചെറിയപ്പെടുന്ന അവസ്ഥകളുണ്ടാകും. പിന്നീട് സാധാരണ പറയുന്നത് പോലെ ഇല വന്ന് മുള്ളിൽ വീണാലും മുള്ളു വന്ന് ഇലയിൽ വീണാലും കേടെന്ന് പറയുന്നത് പോലെ ഇത് രണ്ടും കേടാണ്. ഒരാൾക്ക് മാത്രമല്ല, സ്ത്രീയും പുരുഷനും ഇത്തരത്തിലുള്ള എല്ലാ അധാർമികമായ പ്രവർത്തനങ്ങളിൽ നിന്നും ഒഴിഞ്ഞു നിൽക്കേണ്ടത് ധാർമ്മികമായ മൂല്യത്തിൻ്റെ ഭാഗമാണ്. നമ്മുടെ സംസ്കാരം അപ്രകാരമല്ല. നമ്മുടെ സംസ്കാരത്തിൽ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനുമെല്ലാം കൃത്യമായ മാർഗനിർദ്ദേശങ്ങൾ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്ക് തോന്നുന്നത് പോലെ തോന്നുന്ന ആളുകളോടൊപ്പം ജീവിച്ചാൽ പ്രിയപ്പെട്ടവരെ മാരകമായ രോഗങ്ങൾ പടരുമെന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ശാസ്ത്രമെല്ലാം അതെല്ലാം തെളിയിച്ചിട്ടുമുള്ളതാണ്. ആയതിനാൽ നമ്മുടെ ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. ആ ലൈംഗിക വിശുദ്ധി എന്ന് നമ്മളിൽ നിന്ന് നഷ്ടമാകുന്നുവോ അന്ന് നമ്മൾ പരാജിതരായി പോകുമെന്നാണ്.
അള്ളാഹു പരിശുദ്ധ ഖുർആനിലൂടെ പറയുന്നുണ്ട്, വലാ തഖറബുസ്സിന ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല. വലാ തഖറബുസ്സിന, വ്യഭിചരിക്കരുതെന്നല്ല അള്ളാഹ് പറഞ്ഞത്, വലാ തഖറബുസ്സിന, ആ ഭാഗത്തേക്ക് നിങ്ങൾ അടുക്കുക പോലും ചെയ്യാൻ പാടില്ല എന്നാണ്. ഇന്നഹു കാന ഫാഹിഷതൻ വസാഅ സബീല, തീർച്ചയായും അതൊരു മ്ലേച്ഛതയാണ്, മോശമാണ്, മാർഗത്താൽ ഏറ്റവും വൃത്തികെട്ടതുമാണ് എന്ന് അള്ളാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ആയതിനാൽ സഹോദരങ്ങളെ, നമ്മുടെ വിശുദ്ധി നാം കാത്തു സൂക്ഷിക്കണം. നമുക്കിഷ്ടമുള്ളവരോട് ഇഷ്ടമുള്ളതുപോലെയെല്ലാം വർത്തമാനം പറയാം, എല്ലാം സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും എല്ലാം നമുക്ക് മാർഗങ്ങളുണ്ട്. അതെല്ലാം വിശുദ്ധമായ മാർഗത്തിലൂടെ ആയിരിക്കണം. അവിശുദ്ധമായ മാർഗങ്ങൾ നാം മുന്നോട്ട് കൊണ്ടുവരുമ്പോൾ തീർച്ചയായും നമ്മുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള തകർച്ചകളും സംഭവിക്കുമെന്നുള്ളതാണ്. ആയതിനാൽ പ്രത്യേകിച്ച് ഈ ദിനങ്ങൾ നമ്മളിലേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് പരിശുദ്ധമായ ശഅബാൻ മാസത്തിൻ്റെ ശ്രേഷ്ഠകരമായ ദിവസമാണ്. ആളുകൾ എല്ലാ നിലയിലുള്ള ഇബാദത്തുകളിൽ നിന്നും അശ്രദ്ധമായി കഴിഞ്ഞുകൂടുമ്പോൾ നാം തീർച്ചയായും ഇബാദത്തുകളുമായി കഴിഞ്ഞുകൂടണം. ഇത്തരത്തിലുള്ള കാമകേളികളിലോ അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഭൗതികമായ അല്പനേരത്തെ ചില സുഖങ്ങൾക്ക് വേണ്ടിയോ അള്ളാഹുവിനെയും പരിശുദ്ധ ദീനിനെയും ഒക്കെ പറിച്ചെറിയുന്നൊരവസ്ഥയിലേക്ക് നാം ഓരോരുത്തരും മാറാൻ പാടില്ല. തീർച്ചയായും നാം വിശുദ്ധിയുള്ളവരായിരിക്കണം. നമ്മുടെ രഹസ്യവും പരസ്യവും, നമ്മുടെ ഇടപാടുകൾ, നമ്മുടെ ബന്ധങ്ങൾ, നമ്മുടെ നോട്ടം, സംസാരം എന്നു വേണ്ട എല്ലാം വിശുദ്ധവും പവിത്രവുമായി തീരാൻ വേണ്ടി നാം ഓരോരുത്തരും പരിശ്രമിക്കണം. അതാണ് ഒരു വിശുദ്ധിയുള്ള ഒരു വിശ്വാസിയുടെ, ഒരു സംസ്കാരമുള്ള ഒരു മനുഷ്യൻ്റെ പൂർണ്ണത എന്നുള്ളതാണ്. ഇഷ്ടമുള്ളതുപോലെ തോന്നുന്നത് പോലെയെല്ലാം നാം ജീവിക്കാൻ തുനിഞ്ഞാൽ പിന്നെന്ത് വിശുദ്ധിയാണ്, പിന്നെന്ത് സംസ്കാരമാണ് നമുക്കുള്ളത്? വായിൽ തോന്നുന്നതെല്ലാം നമ്മൾ പറയുകയാണെങ്കിൽ പിന്നെ നമ്മുടെ വായിക്ക് എന്ത് നെറിയാണുള്ളത്? തോന്നുന്നതെല്ലാം ആളുകളെല്ലാം പറയാമെങ്കിൽ പിന്നെ എന്തിനാണ് ഇവിടെ നിയമങ്ങളുള്ളത്? സഹോദരങ്ങളെ, നമുക്കിഷ്ടമുള്ളതുപോലെ ഇഷ്ടമുള്ളവരെയെല്ലാം ആക്രമിക്കുകയും കൊല്ലുകയും ഒക്കെ ചെയ്യാമെങ്കിൽ പിന്നെ ഇവിടെ കോടതികളും പോലീസ് സംവിധാനങ്ങളും നിയമങ്ങളുമൊക്കെ നോക്കുകുത്തികളായി പോകുമല്ലോ. ആയതിനാൽ എല്ലാത്തിനും ഒരു നിയമവ്യവസ്ഥതയുണ്ട്. ഈ ലോകത്തിൻ്റെ സന്തുലിതാവസ്ഥ നഷ്ടമാകാതിരിക്കാൻ, നമ്മുടെ ജീവിതത്തിൻ്റെ വിശുദ്ധി നഷ്ടമാക്കാതിരിക്കാനെല്ലാം തീർച്ചയായും ഒരു ചട്ടക്കൂടുണ്ട്, ഒരു നിയമവ്യവസ്ഥതയുണ്ട്. അതിനനുസൃതമായി നാം മുന്നോട്ട് പോകുമ്പോഴാണ് ആ വിശുദ്ധി കൈവരിക്കാനും സംസ്കാര സമ്പൂർണമായ ഒരു ജീവിതം കെട്ടിപ്പടുക്കാനും നമുക്ക് സാധ്യമാവുകയുള്ളൂ. ആയതിനാൽ ഇപ്രകാരമുള്ള എല്ലാ നിലയിലുള്ള മോശമായ ചിന്താഗതികളിൽ നിന്നും, അതല്ലെങ്കിൽ വാലന്റൈൻ ഡേ വരുമ്പോൾ അത് നമുക്കുള്ളതാണ് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് പോകാതെ തീർച്ചയായും ആ ദിവസം വിശുദ്ധരായി കഴിയാൻ വേണ്ടി നാം ശ്രമിക്കണം. നമ്മുടെ ഇത്തരത്തിലുള്ള ലൈംഗിക വിശുദ്ധി കളങ്കപ്പെട്ടു പോയാൽ പിന്നീട് നാം അതിൻ്റെ പേരിൽ ഖേദിക്കേണ്ടതായി വരുമെന്നുള്ളതാണ്. നമ്മുടെ ലൈംഗികമായ താല്പര്യങ്ങൾക്ക് വേണ്ടി തീർച്ചയായും ഇസ്ലാം കൃത്യമായ നിയമവ്യവസ്ഥിതികൾ നമുക്ക് വെച്ചിട്ടുണ്ട്. നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തൻ്റെ സ്വഹാബാക്കളോട് പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരുടെ അടുക്കൽ പോകുന്നത് പോലും പ്രതിഫലാർഹമാണ് എന്ന്. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബാക്കൾ പറഞ്ഞു, നബിയെ, ഞങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും പ്രതിഫലാർഹമാണെന്നാണോ അങ്ങ് പറയുന്നത്? അതെ, നിങ്ങൾ നിങ്ങളുടെ ലൈംഗികാവയവം ഏതെങ്കിലും മോശമായ സ്ഥലത്ത് അതല്ലെങ്കിൽ അനർഹമായ സ്ഥലങ്ങളിൽ കൊണ്ടുവച്ചാൽ ശിക്ഷ ലഭിക്കുന്നത് പോലെ വിഹിതമായ സ്ഥലങ്ങളിൽ നിങ്ങളത് ഉപയോഗിച്ചാൽ നിങ്ങൾക്ക് പ്രതിഫലം ലഭിക്കുമെന്ന് സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്. അതിന് ചില നിയമങ്ങളും വ്യവസ്ഥിതികളുമൊക്കെയുണ്ട്. നമുക്ക് ആസ്വദിക്കാനും അതോടൊപ്പം തന്നെ എല്ലാ സുഖങ്ങളുടെ പറുദീസകളിലേക്ക് സഞ്ചരിക്കാനും നമുക്കതുവഴിയായി സാധ്യമാകുമെന്നുള്ളതാണ്. അതിന് വിവാഹമാണ് ഏറ്റവും മനോഹരമായ, അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് കൽപ്പിച്ചതുപോലെ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാം നിർണയിച്ചതുപോലെയുള്ള എല്ലാ നിയമവ്യവസ്ഥിതികളിലൂടെയുമായിരിക്കണം നാം അപ്രകാരമുള്ള ലൈംഗിക വിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ. അതല്ലാതെ ഞങ്ങൾക്ക് തോന്നുന്നതുപോലെ ഇഷ്ടമുള്ള ഇടങ്ങളിൽ ഇഷ്ടമുള്ളതുപോലെയെല്ലാം ഞങ്ങൾ കാണിക്കുമെന്നുള്ള താല്പര്യവും ചിന്തയുമൊക്കെയാണ് എങ്കിൽ തീർച്ചയായും നാം സംസ്കാര സമ്പൂർണതയ്ക്കപ്പുറത്താണ്. ഏറ്റവും മോശക്കാരായ ആളുകളാകാൻ അതല്ലെങ്കിൽ അധപ്പതനത്തിൻ്റെ വഴിയിലേക്ക് നാം സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. ആ പാതയുടെ ഏറ്റവും ദുർഘടമായ പാതയിൽ നാം എത്തി നിൽക്കുന്നു എന്ന് നാം മനസ്സിലാക്കുക സഹോദരങ്ങളെ. ആയതിനാൽ അള്ളാഹുവും അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും നിർദ്ദേശിച്ചതുപോലെ ജീവിതത്തിൽ എല്ലായ്പ്പോഴും എല്ലാ മേഖലകളിലും ഏറ്റവും നല്ല വിശുദ്ധി കാത്തു സൂക്ഷിക്കുന്ന അള്ളാഹുവിൻ്റെ യഥാർത്ഥ സച്ചരിതരിൽ സ്വാലിഹകളിൽ ദാസന്മാരിൽ അള്ളാഹു നമ്മളെയും കുടുംബത്തെയും ഒക്കെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. ഇൻഷാ അല്ലാഹ് നാളെ ശഅബാനിൻ്റെ 13-ാമത്തെ ദിവസമാണ്, അയ്യാമുൽ ബീദിൻ്റെ ദിവസമാണ്. നോമ്പെടുക്കൽ പ്രത്യേകമായ സുന്നത്തുണ്ട്. എല്ലാവരും നോമ്പെടുത്തുകൊണ്ട് അള്ളാഹുവിലേക്ക് മടങ്ങാൻ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നു.
അള്ളാഹു നമ്മളെ എല്ലാവരെയും ഇരുലോക വിജയികളിൽ ഉൾപ്പെടുത്തട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.